തുക്കികരം പിടുത്തെടുത്തതി ക്ഷണം മിസ് പുന്തിക്കുടരെ നയനമെ തന്നിലാക്കി തങ്ക കരമ്പലം വെട്ടി ചൊങ്കൾ കൊടിയിടതേറ്റി രംഗുള്ളരികരമേനി എങ്കും തുരു തുര വെട്ടി വെട്ടാലെ വീണിട ശൂരൻ തട്ടിൽ നബി കണ്ടിട തേങ്ങി വെട്ടാലെ വീണിട ശൂരൻ തട്ടിൽ നബി കണ്ടിട തേങ്ങി. ഹേ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഞാൻ മുന്നേ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഇന്ന് നമ്മൾ ഉമ്മച്ചിയോടുള്ള നോമ്പ് തുറയുടെ വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോമ്പ് തുറയുടെ ഇന്ന് രാവിലെ ഇരുന്നു പോയിട്ടുണ്ടായിരുന്നേ. മാറ്റുന്ന ക്ലിപ്സോ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ക്ലിപ്സോ കാര്യങ്ങളൊന്നും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ തന്നെ ഭയങ്കര റഷിലായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ നോമ്പൊക്കെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. എത്ര എളുപ്പമല്ലേ നോമ്പൊക്കെ പോണത്. എനിക്കിപ്പോഴും എൻ്റെ ഫസ്റ്റ് റമദാൻ വ്ളോഗ് ഇട്ട ഓർമ്മയിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്രാവശ്യം ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ ഉമ്മച്ചിയോടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ പാടെ തന്നെ ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നു മൂപ്പരടുത്തേക്കായിരുന്നു. വേറെ ആരുമല്ല, നമ്മളെ ജഹാന്. കാരണം ഓനെ കണ്ടിട്ട് കുറച്ചായാലോ. അപ്പം അങ്ങനെ ഓൻ്റെ പിന്നാലെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആമി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടാളും കൂടെ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ എന്നും അടിയാവും. രണ്ടും കൂടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജഹാനാണ് കേട്ടോ. അപ്പോൾ കിച്ചണിക്ക് പോയപ്പോൾ ഇവിടെ എല്ലാവരും ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. മാമി ഇവിടെ നമ്മളെ ഉള്ളിയില്ലേ അതൊക്കെ ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നതിനൊക്കെ അതിന് കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ല. കാരണം മാഷാഅല്ലാ കുറേ പേരുണ്ടല്ലോ. പക്ഷെ എന്നാലും എല്ലാവരെയും ഹെൽപ്പറായിട്ട് ഞാൻ ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നിൽക്കാറുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഓരോന്ന് കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ല, മമ്മിയും താത്തമ്മയും അതേപോലെ തന്നെ ആശരെല്ലാം കൂടാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നിക്കുള്ള പണി എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് കട്ട് ചെയ്യുമല്ലോ, അതൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ ഇരിക്കുക. അതേപോലെ ഇവർക്ക് വെറുതെ സംസാരിച്ച് കമ്പനി കൊടുക്കലൊക്കെ ആയിരുന്നു ഇന്നൊക്കെ ഉണ്ടായിരുന്ന പരിപാടി. ആശറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നല്ല പ്രൊഫഷണലായിട്ട് ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സമൂസയുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ മാമി ഇപ്പുറത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ മൂപ്പരാളെ വന്ന് ഇടക്ക് നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പണിയാണ് അടുത്ത ഒപ്പിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇടക്ക് ഇങ്ങനെ വന്ന് നോക്കണം. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കുട്ടിയായിട്ട് അവിടെ പോപ്പപ്പ് കളിച്ചിരിക്കുകയായിരുന്നു. ഹായ് പറ. നോമ്പുണ്ടോ? നേരത്തെ മുട്ടായി അയച്ച് അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ മെച്ചിപ്പുറത്ത് തേങ്ങ അരിഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അതേപോലെ മമ്മ അവിടെ മോമോസ് ഉണ്ടാക്കാനുള്ള ഡോ ഉണ്ടല്ലോ, മാവ്, അത് കുഴച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഇപ്പുറത്ത് മാമി കാര്യമായിട്ട് എന്തോ ഒരു സംഭവം റോളാക്കിയിട്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഇതിങ്ങനെ കണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ബിക്കോസ് ഞാൻ അതിനെ കണ്ടിട്ടില്ല. അപ്പോൾ കുറച്ച് അതിശയപ്പെട്ട് ഞാനതിനെ നോക്കിയിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്ത് സമൂസ ഫ്രൈ ആക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോമോസിൻ്റെ പണിക്കും ഞാനതിനെ വല്ലാണ്ട് കൂടിയിട്ടില്ല. ബേസിക്കലി മോമോസ് ഉണ്ടാക്കാൻ കുറച്ചധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഈ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഗൈസ്, സാധാരണ നിങ്ങൾ എൻ്റെ നോമ്പിൻ്റെ അല്ലാതെ അവിടെ ഉള്ള എൻ്റെ വീട്ടിലുള്ള റമദാൻ്റെ കാര്യങ്ങളൊക്കെ കാണാറില്ല. അതിൽ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്യും, ജ്യൂസ് ആക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാഷാഅല്ലാ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഇക്കങ്ങനെ പണികളില്ല. ഇന്നില്ല. ഇപ്പോൾ നാളെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇന്നിപ്പോൾ മമ്മ, മാമി, താത്തമ്മ, അമ്മച്ചി എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജഹാനൊക്കെ കഴിഞ്ഞിട്ട് അച്ഛതാത്ത വരും. അപ്പോൾ പിന്നെ ലാസ്റ്റത്തെ പ്രിപ്പറേഷൻസിലൊക്കെ ഞാനും പിന്നെ എല്ലാവരും കൂടെ നിന്നിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത്. പിന്നെ വേറെ സംഭവം കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്കണോമിക്സും ഐടിയും കുറച്ച് പഠിക്കാനുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ രാത്രി ചെയ്യും. രാത്രിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതും തോന്നുന്നില്ല. കാരണം കസിൻസ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇരുന്ന് കുറച്ച് പഠിക്കാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കിയിട്ട് ചെയ്യും. പിന്നെ വേറൊരു സംഭവം, ഇങ്ങനെ എല്ലാ കസിൻസും ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബാബി, മാമ, ഷാമക്കാക്ക അവരൊക്കെ നല്ലോണം മിസ് ചെയ്യും. സമയത്ത് ഞാൻ ബാബിനൊക്കെ നല്ലോണം മിസ് ചെയ്യും. കാരണം നമ്മളെല്ലാവരും കിച്ചണിൽ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് പേരെ സ്പേസ് അവിടെ ഇങ്ങനെ വേണ്ടി നടക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും ഇൻഷാല്ലാ നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. കുറച്ച് നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് നേരത്തിൽ നമ്മൾ ആക്കുകയാണ്. എന്നാലും ഇൻഷാല്ലാ അടുത്ത നോമ്പിനൊക്കെ വരുന്നുണ്ടാവും ഞാൻ വിചാരിക്കണേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പഠിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പഠിക്കും. യെസ്, അങ്ങനെ പഠിക്കാതിരിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് വീണ്ടും ഞാൻ കിച്ചണിലൊക്കെ പോയിട്ട് അവിടുത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും എടുത്ത് അങ്ങനെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം മീൻസ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിക്കുമ്പോൾ ബേസിക്കലി ടൈം കുറച്ച് പോകുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ പിന്നെ പഠിക്കണേലേക്ക് തിരിഞ്ഞത്. സംഭവമൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഈ സോൺ ഔട്ടായി പോകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് സോൺ ഔട്ടായി പോയി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഉമ്മച്ചി വന്നത്. അപ്പം അതിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ചില ടൈമിൽ ഞാൻ ഈ സോൺ ഔട്ട്
ഇഷ്ടമാണ്, കുറച്ച് ഡീപ്പായിട്ട് അങ്ങനെ പോവാറുണ്ട്. ബട്ട് സംഭവം ഞാൻ തന്നെ മാനേജ് ചെയ്ത് തിരിച്ചിൻ്റെ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതിനെ കുറച്ച് നേരം ഞാൻ ഒറ്റക്കൊക്കെ ഇരുന്ന് ഓക്കെ ആയപ്പോൾ ബാക്കി ക്ലിപ്സും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോമോസ് ഉണ്ടാക്കാനുള്ള റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയാണെങ്കിൽ ഇവിടെ അത് പരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആശറാണ് ഇപ്രാവശ്യം മോമോസ് എന്താ പറയുക കറക്റ്റായിട്ട് നമ്മളെ മോമോസിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാനറിയും. അപ്പോൾ ഓനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ എന്താ അങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഠിക്കണം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ കസിൻസ് എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുമ്പോൾ പഠിക്കൽ പറയണത് കുറച്ച് ടാസ്ക്കാണ്, അതിൽ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാമി സമൂസ ഇതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മോമോസ് സ്റ്റീം ചെയ്യാനും വെച്ചിട്ടുണ്ട്. അവിടുത്തെ കുറച്ച് ചുറ്റുതിരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ബുക്കൊക്കെ നോക്കണ്ട, ബിക്കോസ് ഞാൻ കവർ ചെയ്തിട്ടില്ല, കവർ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ വീക്കിൽ എന്തായാലും ബുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ എക്കണോമിക്സ് നല്ലടുത്ത കുറച്ച് പോർഷൻസ് പഠിക്കണം, ബിക്കോസ് ഡെയിലി ചോദിക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് ഇപ്പം തന്നെ ലാഗാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പണിയാവും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് ഡെയിലി പഠിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസിയാ പോലോ, അങ്ങനെ ഞാൻ വിചാരിക്കണം. അപ്പോൾ നമുക്ക് തൽക്കാലം എക്കണോമിക്സ് ഒക്കെ കുറച്ച് നേരം പഠിക്കാത്ത സത്യം പറഞ്ഞാൽ ഒന്നിനും തോന്നില്ല. ബിക്കോസ് പഠിക്കണം. ഇപ്പോൾ കുറച്ച് എക്കണോമിക്സ് പഠിച്ചിട്ട് അസർ നിസ്കരിക്കാം. അസർ നിസ്കാരത്തിന് ശേഷം പിന്നെ ഐ പി പഠിക്കാനാണ് വിചാരിക്കുന്നത്. ഐ പി ആണ് ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രമൊക്കെ നോക്കിയാൽ സ്റ്റഡി. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാതിരിക്കുന്നതിന് മുന്നേക്ക് അത്യാവശ്യം നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ ഏകദേശം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് പഠിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചെങ്കിൽ ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ എക്സാമിൻ്റെ ടൈമിൽ എന്നും ഇങ്ങനെ ഞാനായിട്ട് വരുത്തുന്ന ഒരു പ്രശ്നമാണ്, അന്നാന്ന് എടുക്കണോ അന്നാന്ന് പഠിക്കൂല. അപ്പോൾ പിന്നെ എക്സാമിൻ്റെ അന്ന് ഭയങ്കര ലോഡാവും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ടെല്ലാം പഠിച്ചു പോകാമെന്നാണ് വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് കുറച്ച് പോർഷൻസ് മാത്രമേ പഠിക്കാണ്ടായിരുന്നുള്ളൂ, അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ബാക്കി ഇപ്പോൾ ക്ലാസ്സിൽ കഴിഞ്ഞാലാണ് ബാക്കി എടുത്തത്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ എടുത്തത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് അസർ നിസ്കരിക്കാം. അങ്ങനെ ഞാൻ അസർ നിസ്കാരത്തിനൊക്കെ ശേഷം പിന്നെ ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അഫിക്കാക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, ബാക്കി കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ പിന്നെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നിസ്കാരവും അതേപോലെ ഓതണേൻ്റെ ഒക്കെ ഇടയിൽ ഇവർ അവിടെ കടന്ന് നല്ല അടിയായിരുന്നു കേട്ടോ. ഇവർ മൂന്നാളും പിന്നെയൊക്കെ ചെറിയ കുട്ടികളെ പോലെയാണ് അവരപ്പം തല്ലൂടി കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഓതി പിന്നെ ഇശാവും തറാവിയും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ അച്ഛതാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മെയിൻ കോഴ്സ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫുഡിനുണ്ടായിരുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും മാങ്ങയുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതും പിന്നെ പൊറാട്ടയും പത്തരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചു. അപ്പോൾ അൽഹംദുലില്ലാ ഒരു അടിപൊളി നോമ്പുറ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലിപ്സോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് അത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജഹാനു വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് മിക്കവാറും ഈ റമദാൻ്റെ ഡേയ്സിനെ കുറിച്ചുകൂടെ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.